വാപ്പ എടുത്തു. ഈ കമ്മിറ്റിയിൽ നിന്നായ പൈസ പോലും എനിക്കോ എൻ്റെ കുടുംബത്തിനും എടുക്കാൻ വേണ്ടി പാടില്ല. അങ്ങനെ നിബന്ധന എഴുതി വെച്ചാൽ മാത്രമേ ഞാൻ സമ്മതിക്കുകയുള്ളൂ. നമ്മുടെ അദ്രമാഷൊക്കെ യോഗത്തിലുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം സമ്മതിച്ച് യോഗം കൂടിയപ്പോൾ എസ് കെ എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ സുല്ലത്തെ ഈ കമ്മിറ്റിയുടെ പ്രഥമ പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, തങ്ങൾക്ക് കറാമത്തും കാര്യം ഇതെല്ലാം ഉണ്ടാവും, പക്ഷെ കുറച്ച് ഞങ്ങൾ നാടന്മാർ പറയുന്നത് നിങ്ങൾ കേൾക്കണം. നിങ്ങൾ അങ്ങനെ ഒരു വാശി പിടിച്ചാൽ, തങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ, തങ്ങൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ, തങ്ങളിവിടെ മുസ്ലിങ്ങളുടെ വീടുകൾ വളരെ കുറവുള്ള സ്ഥലത്ത് ഒരു പള്ളിയും കെട്ടി, അങ്ങനെ തങ്ങളുടെ കാലവും കഴിഞ്ഞാൽ തങ്ങളെ മക്കൾ, അവർ മനുഷ്യരാണല്ലോ, അവര് അവരുടെ കാര്യവുമായി ഗൾഫിലേക്കോ മറ്റെവിടെയെങ്കിലും ജോലിക്കൊക്കെ പോയാൽ നിങ്ങൾ ഈ പള്ളി ഇതൊക്കെ ഖറാബാവും. അതുകൊണ്ട് കമ്മിറ്റിയിൽ നിന്നൊന്നും തങ്ങൾക്ക് മക്കൾക്ക് എടുക്കുന്നില്ലെങ്കിലും തങ്ങൾ മരിച്ചു കിടക്കൽ ഇവിടെയാണല്ലോ. അപ്പം മുപ്പാപ്പ പറഞ്ഞാൽ മക്കത്ത് മരിച്ചാലോ? അത് മരിക്കൂല, ഞങ്ങളെല്ലാം ദ്വാരക്കുന്നത് തങ്ങൾ ഇവിടെ മരിക്കാനാണ്, തങ്ങൾ ഇവിടെ മരിക്കൂ. എന്നാ പിന്നെ അങ്ങനെ ആയിരിക്കുമെന്ന് വാപ്പ പറഞ്ഞപ്പോ, തങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ തങ്ങളെ ഖബർ ആ മക്കാമെന്ന് കിട്ടുന്ന ഒരു വിഹിതം, തങ്ങൾക്ക് എന്തെങ്കിലും നേർച്ചാക്കിയിട്ടൊക്കെ ഞങ്ങളെ പോലത്തെ ആളൊക്കെ ഇടുമല്ലോ, അതിൽ നിന്നൊരു വിഹിതം തങ്ങളുടെ മക്കൾക്ക് കൊടുക്കേണ്ട തീരുമാനം എടുക്കണം. അതിൽ നിങ്ങൾ അങ്ങനെ വാശി പിടിച്ചാൽ അത് ഇപ്പൊ പരാജയപ്പെട്ടു പോകുമെന്ന് നിർബന്ധിച്ച് പറഞ്ഞപ്പോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വാപ്പ തന്നെ സ്വന്തം കാശ് കൊടുത്തിട്ടാണ് 15 സെന്റ് സ്ഥലം നമ്മുടെ ഈ സെക്രട്ടറിയായി ഇപ്പോൾ ഇവിടെയുള്ള മുഹമ്മദ് കുഞ്ഞാജിന്റെ കയ്യിൽ നിന്ന് വാപ്പ വാങ്ങുന്നത്. 5 സെന്റ് സ്ഥലം വാപ്പാക്കും വാപ്പാന്റെ മക്കൾക്കൊക്കെ മരിച്ചു കിടക്കാൻ പ്രത്യേകിച്ചിട്ട് കമ്പൗണ്ട് കെട്ടി മാറ്റുകയും 10 സെന്റ് സ്ഥലം കമ്മിറ്റിക്ക് തന്നെ വാപ്പ വിടുകയും ചെയ്തു. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ കമ്മിറ്റിക്ക് രൂപം നൽകിയത്. അന്ന് കുത്തിവെത്ത് ചൊല്ലിയിട്ട് യാ സയ്യിദി സനദി എന്ന പേര് വിളിക്കുമ്പോൾ സുബഹി വാങ്ങ് കൊടുക്കുന്നുണ്ട്. ആ രൂപത്തിലായിരുന്നു അന്ന് കുത്തിവെത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ആ കമ്മിറ്റി രൂപീകരിച്ചത്. കമ്മിറ്റി രൂപീകരിച്ച് മദ്രസ ഇവിടെ ഉണ്ടായില്ല, പള്ളി ഒരു ചെറിയ ഒരു ഓടിട്ട ഷെഡായിരുന്നു ആദ്യം വാപ്പ ഉണ്ടാക്കിയിരുന്നത്. അതിനുശേഷം പള്ളി വന്നപ്പം പള്ളിവിന്റെ ചെരിയിൽ വെച്ചിട്ട് മദ്രസ പഠിപ്പിക്കാൻ തുടങ്ങി. അത് പോരാ എന്ന് മനസ്സിലാക്കി ഗവൺമെന്റിന്റെ മറ്റുള്ളവരുടെ അധീനത്തിലുണ്ടായിരുന്ന സ്ഥലം കിട്ടിയപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള ഒരു വലുതായിരിക്കുന്ന നീണ്ട ഒരു ഹാൾ, ഒരു മദ്രസ ഉണ്ടാക്കി. അത്രയൊന്നും കുട്ടികളില്ല, 10-15 കുട്ടികളേ ഉള്ളൂ. എന്തിനാന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ എസ് കെ പറഞ്ഞു, അയാൾ വളരെയധികം ഒരു ഉഷാഗ്ര ബുദ്ധിക്കാരനാണ്. അദ്ദേഹം പറഞ്ഞു, ആവശ്യം ഉണ്ടാകുമ്പോൾ ബിൽഡിംഗ് നീട്ടാൻ കഴിയില്ല, കെട്ടുമ്പോഴേ കെട്ടാൻ കഴിയും, അതുകൊണ്ട് ഈ രൂപത്തിൽ ഉണ്ടാക്കണം, പിന്നെ നമുക്ക് ഭാവിയിൽ അത് ആവശ്യം വരും, കുത്തിവെത്തൊക്കെ നമുക്ക് ഇവിടുന്ന് ചെല്ലാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ രൂപത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു ഹാൾ ഉണ്ടാക്കിയത്. വാസ്തവത്തിൽ അന്ന് ദർസ് ആഗ്രഹിക്കുന്നില്ല. ആ സമയത്ത് പലവരും ഇവിടെ നേർച്ചയായിട്ട് അരിയും തേങ്ങയും മറ്റൊക്കെ കൊണ്ടുവന്നപ്പോ വാപ്പ പറഞ്ഞു, എന്നാ പിന്നെ നമുക്ക് ദർസ് തുടങ്ങാലോ, ഇങ്ങനെ സാധനം കിട്ടുന്നുണ്ടല്ലോ എന്ന്. വാപ്പ അടക്കമുള്ള ആ വാപ്പാന്റെ ഉണ്ടാക്കിയ കമ്മിറ്റിക്കാരോട് മാത്രം പറഞ്ഞിട്ട് ഒരു 6000 രൂപന്റെ പരിസംഖ്യ ഉണ്ടാക്കി. 3000 രൂപ ഇവിടുത്തെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന കുക്കിനും, 3000 രൂപ മുദരിസിനും എന്ന ശമ്പളത്തിലാണ്. 6000 രൂപ, അതിനേക്കാൾ അധികം വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 6000 രൂപന്റെ വരുമാനം കണ്ടിട്ട് ദർസ് തുടങ്ങി. അൽഹംദുലില്ലാ വാപ്പ മരിക്കോളം ആ പരിസംഖ്യയിലാണ് ദർസ് നടന്നുകൊണ്ടിരുന്നത്. വാപ്പ വഫാത്തായിട്ട് ശേഷം യഥാർത്ഥത്തിൽ പണ്ടാരം വെക്കാനോ ഇതുപോലെ ഒരു കെട്ടിപ്പൊന്തിക്കാനോ നമ്മൾ ആഗ്രഹിച്ചതല്ല. ഞാനിത് പറഞ്ഞുകൊണ്ടുവരുന്നത് ആ എരുമാട് ഉറൂസുമായി ബന്ധപ്പെട്ട സമയത്തായിരുന്നു വാപ്പാന്റെ വഫാത്തുണ്ടായത്. എരുമാട് ഉറൂസിന് പോകുന്ന ആളൊക്കെ ഇങ്ങോട്ട് വരാൻ വേണ്ടി തുടങ്ങി. വന്നവരൊക്കെ അവിടെ പൈസ വെച്ചിട്ട് പോകാൻ തുടങ്ങിയപ്പോൾ, കാറ്റിൽ പാറാൻ തുടങ്ങിയപ്പോൾ അവിടെ ആരോ ബക്കറ്റ് കൊണ്ടുവച്ചു. ഞാനൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ബക്കറ്റ് കൊണ്ടുവച്ചപ്പോൾ ബക്കറ്റിൽ കുറെ പൈസയായി. മദ്രസയിലോ മറ്റോ വരുന്ന കുട്ടികളാട്ടം പൈസ എടുത്ത് ഒരു പ്രശ്നം വന്നപ്പോൾ എന്നാ പിന്നെ ഒരു ഭണ്ഡാരം വെക്ക എന്ന നിലക്കാണ് ഭണ്ഡാരം വെച്ചത്. പിന്നെ വാപ്പാന്റെ ഖബർ കെട്ടിപ്പൊന്തിക്കാനുള്ള കാരണം, ഈ പോകുന്നവരൊക്കെ തുണി വന്നിട്ട് ഈ നെൽത്തന്നെ പിരിക്കാൻ തുടങ്ങുമ്പോൾ ചോറും മറ്റൊക്കെ ആകാൻ തുടങ്ങിയപ്പോൾ കല്ല് കെട്ടിയിട്ട് എന്നാ പിന്നെ അതിന്റെ മുകളിൽ ആയിക്കോട്ടെ എന്ന നിലക്കാണ് തൽക്കാലം ഒരു ഇരുമ്പോട് ആ രൂപത്തിൽ വാപ്പാന്റെ ആ മുകളിൽ വെച്ച ആ സാധനം കെട്ടി ഈ രൂപത്തിലൊക്കെ ആയത്. പിന്നെ റബ്ബിന്റെ മാതായ ഫദ്ല് കൊണ്ട് ഒരു സ്ഥലത്തേക്കും നമ്മൾ ഒരു പിരിവിന് പോകാതെ ഏകദേശം 10-50 ലക്ഷം ഉറുപ്പിയോളം ചെലവഴിച്ച് ഈ മക്കാമും, അതുപോലെ തന്നെ ഏകദേശം 10-30 ലക്ഷം ഉറുപ്പിയോളം ചെലവഴിച്ച് ഇപ്പോൾ ഈ ഹാളും ഇവിടെ കെട്ടിയിരിക്കുകയാണ്. ഏകദേശം 10-15 ലക്ഷം ഉറുപ്പ കടമുണ്ടെങ്കിലും മറ്റ് എവിടത്തേക്കും നമ്മൾ പിന്നെ പിരിവിന് പോവുകയോ അഭ്യർത്ഥിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. വാപ്പാന്റെ മുഹിബ്ബീങ്ങളും സാധുക്കളും ഇങ്ങോട്ട് അറിഞ്ഞു വന്നിട്ട് തന്ന സംഭാവന കൊണ്ടാണ് ഈ രൂപത്തിൽ മുന്നോട്ട് പോകുന്നത്. ദർസും ഒക്കെ അങ്ങനെ തന്നെ. വാപ്പ തീരുമാനിച്ചിരുന്ന അന്നേത്തെ ആ പിരിവെടുത്തിരുന്ന 6000 രൂപ ഞങ്ങൾ നിർത്തൽ ചെയ്തു. പലവരും പറഞ്ഞു നിർത്തണ്ട, കാരണം പൈസ കയറിയ വിഷമമൊന്നും ഉണ്ടാവില്ലല്ലോ. ഞാൻ പറഞ്ഞു വേണ്ട, ഇവിടെ ഇപ്പോൾ നമ്മുടെ പരിപാടി നടക്കുന്നുണ്ട്, അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ പരിസംഖ്യ അന്ന് നിർബന്ധിച്ചിട്ട് നിർത്തൽ ചെയ്തതാണ്. ഇവിടെ കൊണ്ടുതരുന്ന പൈസയായിരുന്നു, എന്നിട്ട് പോലെ നിർത്തിയത് വാപ്പാന്റെ മക്കാമെന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അതുകൊണ്ട് പിന്നെ പൈസ വേണ്ട എന്ന നിലക്ക് നിർത്തിയതാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് വാപ്പാന്റെ അതേ പൊരുത്തത്തിൽ തന്നെ, അതേ തൃപ്തിയിൽ തന്നെ, അതേ ശൈലിയിൽ തന്നെയാണ് ഇന്നും
മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വാസ്തവത്തിൽ ഇവിടെ ഖത്തം ദുആക്കൊക്കെ ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ ഈ മൈക്ക് ഉപയോഗിക്കാത്തത് വാപ്പാക്ക് തൃപ്തി ഇല്ലാത്തതുകൊണ്ടാണ്. വാപ്പ മദ്രസ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ 1-2 പ്രാവശ്യം ഇവിടെ അബ്ബാസ് ഉലാറ മറ്റും ഉണ്ടാകുമ്പോൾ മൈക്ക് കൊണ്ടാവും. എന്തിനാ അബ്ബാസ് ഉലാറ മൈക്ക്, നമ്മളിവിടെ കേൾക്കാൻ പോരെ, എല്ലാം കൂടെ പിള്ളേർക്ക് ആവേശമാണെന്നെല്ലാം പറഞ്ഞിട്ട് മൈക്ക് കൊണ്ടുവച്ചു. ഒരു പ്രാവശ്യം കൊണ്ടുവന്നപ്പോൾ തന്നെ മൈക്ക് തീരെ മുണ്ടിയില്ല, മടക്കി കൊണ്ടുപോയി. പിറ്റേത്തെ കൊല്ലം വന്നപ്പോൾ അത് തുടക്കുമ്പോൾ വല്ലാത്ത ഒച്ച, ഇല്ലെങ്കിൽ തീരെ ഇല്ല. അങ്ങനെ വന്നപ്പോൾ പിന്നെ അവർക്ക് മനസ്സിലായി ഇത് ഉപ്പാക്ക് ഇഷ്ടമില്ലായിട്ടാണ്, അത് അങ്ങനെ തന്നെ മടക്കി കൊണ്ടുപോയി. പിന്നെ സാധനം കൊണ്ടുവന്ന് വാപ്പ വഫാത്തായപ്പോൾ ഞാൻ അറിയില്ല, ആരോ ഒരാൾ കൊണ്ടുവന്നിട്ട് മൈക്കിൽ അനൗൺസ്മെന്റ് ചെയ്യണം, മൈക്ക് വേണമെന്നൊക്കെ പറഞ്ഞ് മൈക്ക് കൊണ്ടുവച്ചു. പക്ഷെ കൊണ്ടുവച്ച് ഓണാക്കുമ്പോൾ ഇതേപോലെ വല്ലാത്തൊരു ശബ്ദവും ഓഫാക്കിയൊന്നുമില്ല, അവിടെ തന്നെ പൂട്ടി വെച്ചു. പിന്നെ അത് ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ വാപ്പാക്ക് അത് തൃപ്തിയില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് മക്കാമിൽ വെച്ചിട്ട് ഈ സാധനത്തിൽ ദുആ ചെയ്യാത്തത്. മറ്റൊന്നും തെറ്റിദ്ധരിക്കരുത്. വാപ്പ ഞാൻ പറയുന്നത് വാപ്പാന്റെ അതേ തൃപ്തിയിലും അതേ ശൈലിയിലുമാണ് ഈ നാട്ടുകാരും അതുപോലെ തന്നെ ജമിയത്തുൽ തർബിയത്തുൽ ബുഖാരിയുടെ കമ്മിറ്റിക്കാരും മക്കളാവുന്ന ഞങ്ങളൊക്കെ നീങ്ങുന്നത് അതേ തന്നെയാണ്. മറ്റൊന്നും ഇവിടെ കൂടുതലായി ചെയ്യുന്നില്ല. ആ പൊരുത്തത്തിൽ തന്നെ ഇവിടെ വളണ്ടറിയന്മാർക്ക് കീശക്ക് കുത്തുന്ന അതുപോലും ഇല്ലാത്തത് ആദ്യ ഉറൂസ് പിന്നെ കുത്തിവെത്തിന്റെ സമയത്ത് അത് വേണമെന്ന് വാപ്പ പറഞ്ഞു, എന്തിനു വെറുതെ പൈസ കളയാൻ വേണ്ടി നാടി മറ്റൊക്കെ ആക്കിയിട്ട് പൈസ കളയുന്നത്, അതൊന്നും വേണ്ട, നമ്മ തന്നെ പറഞ്ഞാൽ പോരെ, നമ്മളെ കുട്ടികളെ അത് ഇതുവരെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. അത്രയും വളരെ വളരെ സൂക്ഷ്മതയോടുകൂടെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ഇവിടെ നടന്ന 5 ദിവസവും, ഇന്ന് 5 ദിവസമല്ല, ഏകദേശം കഴിഞ്ഞ ശനിയാഴ്ച തന്നെ, കാരണം മാസം ഒരു ദിവസം മുമ്പ് നമ്മൾക്ക് മുഹറം ഒന്നായതുകൊണ്ട് തന്നെ 2 ദിവസത്തോളം നമുക്ക് കൂടുതൽ വന്നു. കഴിഞ്ഞ ശനിയാഴ്ച സുബഹിസ്കാരം കഴിഞ്ഞിട്ട് വാപ്പ മരിച്ച അതേ മുഹറം 11 സുബഹിന്റെ ശേഷം, അന്ന് 5:25 സുബഹ്. അന്ന് ആ സമയത്ത് വാപ്പ മരിച്ചത് 6:10 എന്നതും അതേ സമയം നോക്കിയിട്ട് തന്നെ മക്കാമെന്ന് ഖുർആൻ ഓത്ത് തുടങ്ങി. ഇന്ന് 9 മണി വരെ ഓത്തുണ്ടായിരുന്നു. ഈ 8 ദിവസവും ഇവിടെ വന്നു പോകുന്ന എല്ലാവർക്കും 3 നേരവും ഭക്ഷണം ഇവിടുന്ന് ക്യാൻറ്റീനിൽ നിന്ന് ഫ്രീ ആയി കൊടുക്കുന്നുണ്ട്. അത് കാരണം ഇവിടത്തേക്ക് നേർച്ച വരുന്ന സാധനം നേർച്ച വന്നതുപോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതൊക്കെ വാസ്തവത്തിൽ പലവരും ഇവിടത്തേക്ക് സാധനം കൊണ്ടുവരും, വന്നിട്ട് ഇവിടുന്ന് ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകും. ആവലാദികളും അവിടെ അസുഖം മാറണം ഇങ്ങനെ പലതും കരുതിയിട്ട്. അതുപോലെ ഇന്നിവിടെ ആട്, നമ്മുടെ ഈ കുത്തിവെത്തിന് ഇറക്കേണ്ട ആട് തികച്ചും പലവരും നേർച്ചാക്കി കൊണ്ടുവന്നതാണ്. മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർ, അതുപോലെ തന്നെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, അതൊക്കെ മാറി സുഖമായി എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് ഈ ആടുകൾ തികച്ചും ഇപ്പോൾ കൊണ്ടുവന്നത്. അതുപോലെ തന്നെ അരി കൊണ്ടുവന്നവർ, തേങ്ങ കൊണ്ടുവന്നവർ, അടക്ക കൊണ്ടുവന്നവർ, അതുപോലെ തന്നെ നാട്ടിലുള്ള ഖിദ്മത്തിന്റെ കുട്ടികൾ, മുഹ്യിദ്ദീൻ ജുമാ മസ്ജിദിന്റെ കമ്മിറ്റിക്കാരും അവർക്ക് ഊന്നുവടി എന്ന പോലെ ഇവിടുത്തെ ഖിദ്മത്തിന്റെ കുട്ടികളും ഒരുപാട് ത്യാഗം, ഒരുപാട് പ്രയാസം സഹിച്ചിട്ടുണ്ട്. ഈ ഉറൂസ് തീരുമാനിച്ചിടം മുതൽ ഇവിടെ കഠിനാധ്വാനം ചെയ്തിട്ട്. അതുപോലെ മാത്രമല്ല വള്ളംകോട് ഭാഗത്തുനിന്ന് തന്നെ ഒരുപാട് ചെറുപ്പക്കാർ അവരും വന്ന് ഇവിടെ ഒരുപാട് ത്യാഗം ചെയ്തിരുന്നു, ഒരുപാട് പണിയെടുത്തിരുന്നു. അവർ മാത്രമല്ല വാപ്പാന്റെ മുഹിബ്ബീങ്ങളായിരുന്ന പലവരും, ഞാൻ നാട് പറയുന്നില്ല, ഇവിടെ ഇപ്പം വെള്ളം സർവത്താക്കി കൊടുക്കാനും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും അതുപോലെ മറ്റുള്ള എല്ലാ ജോലിയും ഇവിടെ ചെയ്യുന്നത് ഫ്രീ ആയിട്ടാണ്, പൈസ കൊടുത്തിട്ടല്ല. ഇങ്ങോട്ട് വന്നിട്ട് ഓരോരുത്തരും അവരവർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, ചെയ്യുന്ന ഒത്താശകളൊക്കെ ചെയ്തു പോകുന്നത് വെറും വാപ്പാന്റെ മുഹബ്ബത്തും വാപ്പാന്റെ തൃപ്തിയും കാംക്ഷിച്ചുകൊണ്ടും. അവർക്ക് പല ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ വണ്ടി ഇപ്പൊ അനൗൺസ്മെന്റ് ചെയ്യാൻ വേണ്ടി തന്നത്, അതുപോലെ തന്നെ വാപ്പാന്റെ മക്കാമിൽ ഇപ്പോൾ ഏകദേശം 1 ലക്ഷം ഉറുപ്പിയോളം വില വരുന്ന 5 ലൈറ്റ്, നടുവിലൊരു വലിയ ലൈറ്റും അതിന്റെ 4 ഭാഗത്തുള്ള 4 ലൈറ്റും, അങ്ങനെ ഏകദേശം 5 ലൈറ്റ് ഈ ഉറൂസിന്റെ തുടക്കത്തിൽ കളനാടുള്ള എൻ്റെ സുഹൃത്ത് കൊണ്ട് തന്നതാണ്. ഏകദേശം 1 ലക്ഷം ഉറുപ്പിയോളം അതിന് വില വരും. അദ്ദേഹം അതിങ്ങോട്ട് എത്തിച്ചെന്നതാണ്. അതുപോലെ തന്നെ വാപ്പാന്റെ മക്കാമിന്റെ ആ ചുറ്റുഭാഗത്തും വെച്ച വീട്ടിയുടെ ആ മരം ഏകദേശം 1 ലക്ഷത്തിന്റെ മേലെ വില വരുന്ന ആ സാധനവും ഒരു സുഹൃത്ത് ഇവിടെ ഫ്രീ ആയിട്ട് എത്തിച്ചെന്ന്. അങ്ങനെ ഓരോന്നും അവരോരോരുത്തർ ഉദ്ദേശങ്ങൾ കരുതിയിട്ട് ഞാനിതെല്ലാം ഇവിടെ തുറന്നു പറയുന്നത് ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ശൈഖുന ഉസ്താദ് അവർകൾ ദുആ ചെയ്യുമ്പോൾ അവർ ഉൾപ്പെടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരുപാട് സംഭാവനകൾ, 1 രൂപ മുതൽ 10,000 വരെ, ലക്ഷം വരെ തന്നവരൊക്കെ ഉണ്ട്. അവർക്ക് എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ഇവിടെ ദുആ ചെയ്യുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ കുത്തിബിയത്ത് നേരത്തെ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഉസ്താദ് അവർ സൂചിപ്പിച്ചതുപോലെ മൂത്താപ്പാന്റെ അനുഭവമാണ് പറഞ്ഞത്. മൂത്താപ്പാന്റെ ഇഷ്യനായിട്ട് ജീവിച്ച ആളാണ്. കാരണം കുത്തിബിയത്ത് കൈക്ക് ഉപ്പാപ്പ ദുആ ചെയ്തത്, ഷേഖ് തങ്ങളെ എന്നെ എല്ലാ സമയത്തും സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കുത്തിബിയത്ത് കഴിയുന്നതിന്റെ മുമ്പ് ഒന്നിരിക്കൽ എൻ്റെ മകൻ സംസാരിക്കണം, അല്ലെങ്കിൽ എൻ്റെ മകൻ മരിക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു യാ ഗൗസ് യാ മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് പേര് വിളിക്കാൻ വേണ്ടി തുടങ്ങിയത്. പാപ്പ മുത്തൂത്താപ്പ ബീരിച്ചേരിയിൽ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അന്ന് ബീരിച്ചേരി പള്ളിന്റെ ബാത്റൂം കക്കൂസ് പുഴയിലായിരുന്നു, അതിന്റെ തൊട്ട് താഴത്തുള്ള പുഴയിൽ. ആ പുഴയിൽ ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ വാപ്പ മൂത്താപ്പ ബീരിച്ചേരി പള്ളിയിലേക്ക് എത്തുമ്പോൾ ബോധം കെട്ട് വീണു. ബോധം തെളിഞ്ഞു നോക്കുമ്പോൾ
വായിൽ നാവില്ല, നാവ് തീരെയില്ല. മുത്താപ്പ പലപ്പോഴും പറയും, നമ്മളെ കണ്ണാടിയിൽ നോക്കുമ്പോൾ എനിക്കെന്നെ പേടിയാവും, വല്ല ഗുഹ പോലെയാണെന്ന്. കാരണം മൂത്താപ്പാക്ക് ആവശ്യമുള്ളത് എഴുതി കൊടുക്കും, പറഞ്ഞാൽ പിന്നെ മനസ്സിലായും ചെയ്യും. അന്ന് ഉപ്പാപ്പ അഹമ്മദാബാദിലേക്ക് എവിടെയോ സിയാറത്തിന് പോയ സമയമായിരുന്നു. അങ്ങനെ ഉപ്പാപ്പ ആരെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അദ്ദേഹം കുറെ ചികിത്സിച്ചിരുന്ന് മാറ്റമില്ലാതിരുന്നപ്പോൾ ഉപ്പാപ്പാക്ക് കന്ന് ടെലിഗ്രാം കമ്പി അടിക്കുന്ന സ്വഭാവമാണ്. കമ്പി അടിച്ചു, മകനിക്ക് സുഖമില്ല, വേഗം തിരിച്ചു വരണമെന്ന് പറഞ്ഞിട്ട്. ഉപ്പാപ്പയും തിരിച്ചു വന്നിട്ട് കുറെ ചികിത്സിച്ച് നോക്കിയിട്ട് മാറ്റമില്ല, നാവ് വരുന്നില്ല, വേറെ പ്രശ്നമൊന്നുമില്ല, സംസാരിക്കാൻ പറ്റൂല, നാവില്ല വായിൽ. അങ്ങനെയാണ് ഉപ്പാപ്പാന്റെ മുരീദന്മാരൊക്കെ വിളിച്ചു വരുത്തി. അത് ചൊക്കിളി മുസക്കുഞ്ഞിക്കാന്ന് പറഞ്ഞിട്ട് ഉപ്പാപ്പാന്റെ ഒരു മുരീദുണ്ട്. മൂപ്പരടുക്കൽ മുത്താപ്പാനെ നിർത്തിയിട്ട് പറഞ്ഞു, മുസക്കുഞ്ഞി ഛർദ്ദിക്കണം, മോനെ ഛർദ്ദിക്കണം എന്ന് പറഞ്ഞിട്ട് കുത്തിബിത്ത് തുടങ്ങി. ആ കുത്തിബിത്ത് തുടങ്ങുമ്പോൾ ഉപ്പാപ്പ ചെയ്ത ദുആ ഇങ്ങനെയാണ്. കുറെ നമ്മളെ ഉപ്പാ പറയലുണ്ട്, കുറെ ഒന്നും ഉപ്പാപ്പ അറിയില്ല, ഒരേ 1-2 വാക്ക്, ഷേഖ് തങ്ങളെ എന്നെ സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കഴിയുന്നതിന് മുമ്പ്, ഈ കുത്തിബിത്ത് കഴിയുന്നതിന് മുമ്പ് മകൻ സംസാരിക്കണമെങ്കിൽ മരിക്കണം. വാപ്പ പറയാറുണ്ട്, ഉപ്പാപ്പാന്റെ അവസാനത്ത് നമ്മളിപ്പോൾ തൊട്ടതിന് വെച്ചതിന് കുത്തിബിത്ത് പറയുമല്ലോ, ഉപ്പാപ്പാന്റെ അങ്ങേയറ്റത്തെത്തുമ്പോഴാണ് കുത്തിബിത്ത്. ഒന്നിക്കത് സുഖമാവും അല്ലെങ്കിൽ മരിക്കും. അങ്ങനെയാണ് അതിന്റെ സ്വഭാവം. ഈ ദുആ കേൾക്കുമ്പോൾ തന്നെ ഉമ്മാമ പ്രയാസപ്പെട്ടു പോയത്ര. കാരണം 2ാമത്തെ മകനാണ്, മിണ്ടിയില്ലെങ്കിൽ മരിക്കുന്ന കാര്യം ഉറപ്പാണ്. ഇത് ഉമ്മാമക്ക് ഉറപ്പുണ്ടല്ലോ. ഉമ്മാമ വളരെ പ്രയാസപ്പെട്ടു പോയി. മറ്റുള്ള പിന്നെ വീട്ടിൽ മറ്റുള്ള പെണ്ണുങ്ങന്മാർക്കും വളരെ പ്രയാസമുണ്ടായി ഈ ദുആ കേട്ടപ്പോൾ. ഏകദേശം പേര് വിളിച്ചിട്ട് 500 ആകുമ്പോൾ മുത്താപ്പാന്റെ കൂടെ പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ മുത്താപ്പ പറയാറുണ്ട്, 500 ആകുമ്പോൾ ടോർച്ച് ഇങ്ങനെ വട്ടത്തിലടിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. പിന്നെ ആകെ ഇങ്ങനെ കുലുങ്ങും പോലെയായി. ഞാനും മുത്താപ്പൊക്കെ ഈ ഏർവാടി മുത്തപ്പേട്ടയിലേക്ക് സിയാറത്തിന് പോയിരുന്നു ഒന്നിച്ചിട്ട്. അങ്ങനെ ഈരോടുന്ന് ലൈമാറുമ്പോൾ എന്തോ വണ്ടി വല്ലാത്തൊരു കുലുക്കം കുലുങ്ങി. അപ്പൊ മുത്താപ്പ പറഞ്ഞാൽ ഇന്ന് ഓർത്തു പോവുകയാണ്, പണ്ട് കുത്തിവത്തിനിരുമ്പോൾ ഇങ്ങനെ ഒരു കുലുക്കം കുലുങ്ങി, ഞാൻ വിചാരിച്ച പൊരട്ടാ കുലുങ്ങി വീണുപോയിന്ന്. അതുപോലത്തെ കുലുക്കായി പോയി കുലുക്കെന്ന്. മുത്താപ്പ ചെറിയ ഉറക്കിലുണ്ടായിരുന്നു. മുത്താപ്പ അല്ലാണ്ട് ഉറങ്ങുന്ന ആളാണ്. അപ്പോ അങ്ങനെ ആ കുലുക്കം കഴിഞ്ഞപ്പോ യാ അല്ലാഹ് എന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് വിളിച്ചുപോയി. 500 ആകുമ്പോൾ ഉത്തരം കിട്ടി. ഷേഖ് തങ്ങൾ പറഞ്ഞതാണ്. ഷേഖ് തങ്ങൾ പറഞ്ഞ ആരെങ്കിലും ഹിമ്മത്തോടെ, മനക്കരത്തോടെ, വിശ്വാസത്തോടെ 1000 പ്രാവശ്യം വിളിച്ചാൽ അജ്ബത്തുഹു മുസ്രിയ, അപ്പോൾ തന്നെ ഞാൻ അവനിക്ക് ഉത്തരം ചെയ്യും. ഷേഖ് തങ്ങൾ പറഞ്ഞതാണ്. അത് പരമ്പരാഗതമായി നമ്മൾക്കറിയാം. പലവരും ബഹുമാനപ്പെട്ട ഉപ്പാപ്പാന്റെ കാലഘട്ടത്തിൽ തന്നെ അറിയപ്പെട്ടിരുന്ന പല ഷേഖന്മാരും പിന്നെ ബഗ്ദാദിലും മറ്റൊക്കെ പോയിരുന്നപ്പോൾ അവിടുന്ന് ഉപ്പാപ്പാനെ സ്വപ്നം കാണിച്ചു കൊടുത്ത് രാമന്തളിയിൽ വന്ന് നിന്നതും അവരൊക്കെ ഇപ്പോൾ ഉപ്പാപ്പാ മുരീദം പറഞ്ഞ് നടക്കുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും കിടക്കുന്നില്ല. അങ്ങനെ ഉപ്പാപ്പാനടുത്ത് വന്ന് ഏകദേശം 5, 6, 7 ദിവസം വീട്ടിൽ നിന്ന് ഉപ്പാപ്പാൻ്റെ അടുത്ത് ദിക്റും മറ്റൊക്കെ ചൊല്ലാൻ വേണ്ടി വാങ്ങിപ്പോയിട്ട് ജീവിക്കുന്നവർക്കുണ്ടായിരുന്നു. അപ്പം അത് പറഞ്ഞാലുണ്ട്, ഞാനൊന്നും വിശദീകരിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം ആ രൂപത്തിൽ ഷേഖ് തങ്ങളുമായിട്ടൊരു അഭേദ്യ ബന്ധമായിരുന്നു ഉപ്പാപ്പാക്ക്. ആ കുത്തുബിയത്ത് ഉപ്പാപ്പയിൽ നിന്ന് നേരെ ചൊവ്വ കിട്ടിയത് വന്നേരാ എൻ്റെ വാപ്പാക്കാണ്. ആ രൂപത്തിലുള്ള വാപ്പ പറഞ്ഞിട്ടാണ് ആ രൂപത്തിൽ നമ്മൾ ഈ കുത്തുബിയത്ത് വയ്ക്കുന്നത്. ഒരുപാട് അനുഭവങ്ങൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്. ഞാൻ 100% എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഇന്ന് വർത്തമാന കാലഘട്ടത്തിൽ ഈമാൻ വിശ്വാസം വളരെ കുറഞ്ഞ നമ്മൾക്കൊക്കെ ഒരു വിശ്വാസം വരാം എന്ന രൂപത്തിൽ. പണ്ട് ഇബ്രാഹിം നബി പറഞ്ഞല്ലോ, നീ മരിച്ചവരെങ്ങനെ പഠിച്ചോനെ ഹയാത്താക്കുന്നു എന്ന്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് അള്ളാഹ് ചോദിച്ചു, എന്താ ഇബ്രാഹിം എന്റെ കുദ്റത്തിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലയോ എന്ന്. ആ സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞത്, കുദ്റത്തിൽ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, എന്റെ ഹൃദയത്തിന് സമാധാനം കിട്ടാനാണ് എന്ന് പറഞ്ഞതുപോലെ ഞാൻ സൂചിപ്പിക്കാണ്. ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ കുത്തിബത്തിലിരുന്ന അനുഭവങ്ങൾ, അനുഭവസ്ഥന്മാർ ഈ കൂട്ടത്തിലുണ്ട്. ഇവിടെ വന്ന ഒരുപാട് ആടുകൾ ഈ രൂപത്തിൽ നേർച്ചയാക്കിയിട്ടും ഞാനത് ഓരോന്നോരോന്നോരോന്നുണ്ടി പറഞ്ഞ ഒരുപാട് പറയേണ്ടി വരും. ഉദാഹരണത്തിന് ഒന്ന്, തളങ്കരയിൽ നെല്ലിക്കുന്നിൽ സാബിത്ത് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരുണ്ട്. അവരുടെ ഒരു ബന്ധത്തിൽപ്പെട്ട ഒരു പെണ്ണിന് ഗർഭം ധരിച്ചിട്ട് ആശുപത്രിയിൽ പോയപ്പോൾ പറഞ്ഞു, കുഞ്ഞിക്ക് അംഗവൈകല്യമുണ്ട്. ഞാനിത് തീർത്ത് പറയുന്നത് പള്ളം നെല്ലിക്കുന്നിലാണ്, അന്വേഷിക്കുന്നവർക്ക് അന്വേഷിക്കുക എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിലുള്ള വൈദ്യന്മാരുടെ ചൂഷണത്തിന് അടിമപ്പെട്ട് എന്തെങ്കിലും പള്ളിയിലായിട്ട് ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ കുട്ടിക്ക് അങ്ങനെയാണ്, കുട്ടിക്ക് ഇങ്ങനെയാണെന്നും പറഞ്ഞിട്ട് അബോർഷൻ ചെയ്ത് കളയുന്ന, കുട്ടിയെ നിഷ്ഠൂരം നശിപ്പിച്ച് കളയുന്ന ഒരു പ്രവണത നമ്മുടെ നാടുകളിൽ ഏറിയേറി വരികയാണ്. ഇന്നലെ ഞാനൊരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനുമായി വളരെയധികം ബന്ധമുള്ള ഒരു വീട്ടിലുള്ള ഒരു ചെറുപ്പക്കാരന്റെ ഭാര്യ ഉഷാനഗരാണ്. ആശുപത്രി കൊണ്ട് കാണിച്ചപ്പോൾ 2 കുട്ടിയുണ്ട്. ഒരു കുട്ടിയുടെ തല, 2 കുട്ടികളുടെയും തലയിൽ മന്ദബുദ്ധി. 5 മാസം പള്ളിയിലാന്നേ ഉള്ളൂ, മന്ദബുദ്ധിയുണ്ട്. അതുകൊണ്ട് ആ കുട്ടിയെ ഇപ്പോൾ തന്നെ നീക്കം ചെയ്യണമെങ്കിൽ പ്രയാസപ്പെടും. അവന്റെ മസ്തിഷ്കം അങ്ങനെ പറഞ്ഞ് ലെവലാക്കി. വീട്ടുകാരോ പരക്കാരോ പറഞ്ഞാൽ അവന്റെ ചെവി കേടുന്നില്ല. അവൻ പറയുന്നത്, ഈ കുട്ടികളെ പ്രസവിച്ചു കഴിഞ്ഞാൽ മന്ദബുദ്ധിയായാൽ പിന്നെ എൻ്റെ ജീവിതാസകരം ഞാൻ ഈ കുട്ടിയായിട്ടല്ലേ തൊലിയ, അതുകൊണ്ട് അതിനെ കളയണം എന്ന രൂപത്തിലാണ്. എൻ്റെ മസ്താനെന്താ എനിക്കറിഞ്ഞുകൂടാ. 1 ഉസ്താദ് സൂചിപ്പിക്കുമായിരിക്കും. പള്ളിയിലായൊരു കുട്ടി, ഞാനിത്
പറയുന്നത് നെല്ലിക്കുന്ന് ഈ സംഭവം ഉണ്ടായി. അപ്പോൾ തന്നെ അവരെന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞ് ഒന്നും പറയാനില്ല, കാരണം വാപ്പാന്റെ ഒക്കെ ബർക്കത്ത് കൊണ്ട് നമ്മൾക്കിപ്പം ഒരു കുട്ടി ജീവിച്ചു, പ്രസവിച്ചു കഴിഞ്ഞ ഒരു കുട്ടിക്ക് അംഗവൈകല്യമായി നമ്മൾ കൊല്ലോ? അത് കൊല്ലൂലല്ലോ. എന്നതുപോലെ അള്ളാഹുവിന്റെ കുദറത്താണ്, അള്ളാഹുവിന്റെ പടപ്പാണ്. നമ്മളൊക്കെയും അള്ളാഹുവിന്റെ പടപ്പാണ്. അള്ളാഹിന്റെ പടപ്പിന് അള്ളാഹു തആല ഉദ്ദേശിച്ചതുപോലെ പടക്കും. നമ്മളതിൽ വിധേയപ്പെടുക എന്നല്ലാതെ നമ്മൾ ആ ഡോക്ടർമാരുടെ വാക്ക് കേട്ടത് കളയരുത് എന്ന് തീർത്ത് പറഞ്ഞു. എന്തോ ചെറിയൊരു നേർച്ചയാക്കി കൊടുത്തു. യഥാർത്ഥത്തിൽ അവർ മംഗലാപുരം പോയി പരിശോധിച്ചു. മംഗലാപുരം പറഞ്ഞത് അതേ വാക്ക് തന്നെയാണ്. ഇപ്പൊ കാസർഗോഡുള്ള പല ആശുപത്രിയിലും വെച്ച് പറഞ്ഞ അതേ വാക്കാണ്. അവസാനം ആ വീട്ടുകാർ പറയുകയാണ്, ഏകദേശം ആ തങ്ങളെ ഒരൊറ്റ വിശ്വാസത്തിൽ ഞങ്ങൾ നിന്നു. കുട്ടിക്ക് അംഗമെങ്കിലും തന്നെ പിന്നെ തങ്ങ കളയണ്ട എന്ന് പറഞ്ഞിട്ട് കളഞ്ഞാൽ വേറെ ഉമ്മാക്ക് എന്തെങ്കിലും ആപത്ത് വന്നവോ എന്ന പേടിയായി. പിന്നെ അവർക്ക് അങ്ങനെ ഒരു പേടിച്ചിട്ട് ഞങ്ങളത് കളഞ്ഞില്ല. ഏകദേശം പ്രസവിച്ചു നോക്കുമ്പോൾ പ്രിയമുള്ളവർ ആ കുട്ടിനെ ഇവിടത്തേക്ക് കൊണ്ടുവന്നിരുന്നു. ഏകദേശം 2-3-4 മാസമായപ്പോൾ ഞാൻ അവിടെ വന്ന് എല്ലാവർക്കും ഇത് കാണിച്ചു കൊടുത്തവരെ മുമ്പെന്ന്. പിന്നെ അവരെ കുടുംബക്കാർ ഇപ്പം വന്നവർ ചിലപ്പോൾ ഈ കൂട്ടത്തിലുണ്ടാവാം. അവർ കൊല്ലത്തിൽ കുറിച്ച് ഇരുന്നവരാണ്. ഈ ശബ്ദം അവർ കേൾക്കുന്നവരുണ്ടാവാം. നെല്ലിക്കുന്നുകാർ ഈ കൂട്ടത്തിലുണ്ട്. നമ്മൾ അമേരിക്കയിലെ കഥയല്ല പറയുന്നത്. വാസ്തവത്തിൽ ആ കുട്ടിക്ക് കണ്ണേർ പറ്റാതിരിക്കട്ടെ, ശരിക്കും എവിടെയെങ്കിലും ഒരു കണ്ണാടി ചില്ലിനുള്ളിൽ വെക്കാൻ മാത്രം അഴകുള്ള ഭംഗിയുള്ള സുന്ദരമായ ഒരു കുട്ടിയാണ് ആ കുട്ടി. അങ്ങനെങ്കിൽ എവിടെ പോയി? വാസ്തവത്തിൽ അവർ പറയാണ്, 5-6 മാസം ഞങ്ങളുടെ വീട്ടിൽ ശരിക്കും വെക്കാറുണ്ടായിരുന്നില്ല, ശരിക്കും ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നില്ല. എന്തായിരിക്കും ആ കുട്ടിയുടെ കോലം, ഏതായിരിക്കും ആ കുട്ടിയുടെ കോലം? ഈ ചിന്തയിലായിരുന്നു ഞങ്ങളെന്ന്. ഡോക്ടർമാർ പറഞ്ഞ തെറ്റെന്ന് ഞാൻ പറയുന്നില്ല, അപൂർവം അങ്ങനെ ഉണ്ടാവാം. പക്ഷെ അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴേക്ക് 5 മാസമായത്, 6 മാസമായത്, 4 മാസമായ കുട്ടികളൊക്കെ ആ കുട്ടികളെ വയറ്റിൽ നിന്ന് തന്നെ നശിപ്പിക്കുന്ന ഒരു പ്രവണത നമ്മുടെ കാസർഗോഡ് ജില്ലയിലും ദക്ഷിണ കർണാടകയിലും വ്യാപകമായി കൂടി വരികയാണ്. അതൊക്കെ ഈമാനിന്റെ കുറവ് കൊണ്ടാണ്. എല്ലാ ഹൈറായ സംഗതികളും ഷർറായ കാര്യങ്ങളും അള്ളാഹുവിന്റെ വക്കൽ നിന്നാണെന്നുള്ള വിശ്വാസം നമ്മൾക്കുണ്ടാവണം. പ്രസവിച്ച് വീണ ഒരു കുട്ടി, ആ പ്രസവിച്ച് വന്ന് വലിയതായ ഒരു കുട്ടി ഏതെങ്കിലും ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് വീണ് കയ്യോ കാലോ ഒടിഞ്ഞാൽ ഇത്രക്കാർ ആ കുട്ടിനെ കൊല്ലൂലേ? അല്ലെ? കൊല്ലുന്ന മനസ്സ് നമ്മൾക്ക് വരുമോ? അള്ളാഹു അല്ലേ നമ്മളെ സൃഷ്ടിക്കുന്നത്? ഇങ്ങനെയുള്ളൊരു വിശ്വാസം നമ്മൾക്ക് കുറഞ്ഞ് വാസ്തവത്തിൽ നമ്മൾ ഒരു ചണ്ടിച്ചവറുകളായി മാറിപ്പോകുന്നൊരവസ്ഥ വ്യാപകമായ രൂപത്തിൽ വരികയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, നമ്മുടെ ഈ നേർച്ചകൾ നമ്മുടെ കുത്തിബിയത്തിലേക്കും അതുപോലെ തന്നെ ബാപ്പാന്റെ ഒക്കെ ബർക്കത്ത് കൊണ്ട് അത്തരത്തിലുള്ള പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. ഇപ്പൊ ഇന്നലെയും പറഞ്ഞ ആ കുട്ടി, ആ ചെറുപ്പക്കാരൻ വല്ല പ്രയാസത്തിലാണ്. ഭാര്യ വീട്ടുകാർ നിർബന്ധിക്കുന്നു അതിനെ നശിപ്പിക്കണമെന്ന്. 5 മാസം കഴിഞ്ഞു. അവനാണെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ള പ്രയാസത്തിൽ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ ആ മനസ്സിന് സമാധാനം കൊടുത്ത് ആ കുട്ടിയുടെ രോഗം അല്ലാഹ് ശിഫ കൊടുത്ത് നല്ല കുട്ടിയായി പ്രസവിക്കാൻ അവർക്ക് അള്ളാഹു തആല തൗഫീഖ് ചെയ്തു കൊടുക്കുമാറാവട്ടെ. ഒരുപാട്. അതുപോലെ തന്നെ വളരെ സങ്കടത്തോടു കൂടെ പറയാനുള്ളത്, നമ്മുടെ നാട്ടിലുള്ള ഒരു യുവാവ്, അദ്ദേഹം വളരെ പാവപ്പെട്ടവനാണ്, സാധുവാണ്, വളരെ നല്ലൊരുത്തനാണ്. എപ്പോഴും പള്ളിയിൽ ജമാഅത്തിനും മറ്റൊക്കെ വരുന്നവനാണ്. ഗൾഫിൽ കുറെ കാലം ജോലി ചെയ്തൊന്നും പച്ചപിടിക്കാതിരുന്ന് നാട്ടിലേക്ക് വന്നപ്പോൾ ഈ കഴിഞ്ഞ റമദാനിൽ കേങ്ങ് കുത്തുന്ന പണിക്ക് വേണ്ടി പോയതാണ്. കേങ്ങ് 1-2 ദിവസം പോയപ്പോൾ തന്നെ കേങ്ങ് കുത്തിയപ്പോൾ മേത്ത് വീഴുകയും അരന്റെ ഭാഗത്ത് അങ്ങനെ തന്നെ തളർന്ന് ഇപ്പൊ കടത്തത്തിലാണ്. അള്ളാഹു തആല ശിഫ വെച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു തആല എളുപ്പത്തിൽ ശിഫ കൊടുത്ത് ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു തആല പ്രദാനം ചെയ്തു കൊടുക്കുമാറാവട്ടെ. നമ്മുടെ സജീവമായി നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവേണ്ട ചെറുപ്പക്കാരനാണ്. അങ്ങനെ ഒരുപാട്. ഇപ്പൊ 2-3 ദിവസം മുമ്പ് ഒരു ചെറുപ്പക്കാരി പെണ്ണ് അവരുടെ കുടുംബക്കാർ കൊണ്ടുവന്നിട്ട് കാലിന് ക്യാൻസറാണ്, നടക്കാൻ പറ്റുന്നില്ല, എടുത്തുകൊണ്ടുവന്നു. വെള്ളമൊക്കെ മന്ത്രിച്ചുകൊണ്ട് ഇപ്പോൾ എറണാകുളത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ നിന്ന് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ രോഗം മാറുന്ന രൂപത്തിലുള്ള മരുന്ന് അള്ളാഹു തആല അവർക്ക് നൽകുമാറാവട്ടെ. അങ്ങനെ ഒരുപാട് രോഗത്തിന്റെ എണ്ണി പറഞ്ഞാൽ ഇവിടെ ഉസ്താദിനൊന്നും ബാധ പറയാൻ സമയം കിട്ടൂല, അതിന് മാത്രം ഉണ്ടാവും. ഈ കൂടിയിരിക്കുന്നവർ തികച്ചും 90% അതുപോലുള്ള ആവലാദികളും വേവലാദികളും രോഗികളും പ്രയാസമുള്ളവരൊക്കെയാണ് ഈ മജ്‌ലിസിലുള്ളത്. അവർക്ക് എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് വാളിന്റെ അവസാനത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞു ദുആ ചെയ്യും. എല്ലാവർക്കും ഇത് കുത്തിബിത്തിനിരിക്കാൻ സാധിക്കൂല. ഇരിക്കാൻ പറ്റുന്നവർക്കൊക്കെ മുകളിലും താഴെയായിട്ട് തന്നെ സൗകര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ കൊല്ലമൊക്കെ ഇരുന്ന പോലെ അങ്ങനെ അടങ്ങിയിരിക്കുകയും ചെയ്യേണ്ട, കാരണം കുറച്ച് വിശാലമായിട്ടൊക്കെ ഇരിക്കാൻ തന്നെ സൗകര്യമുണ്ട്. പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അതിൻ്റെ അവസാനത്തിൽ ഞാൻ പറയും. അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായി നമ്മുടെ കാര്യവും അതുപോലെ തന്നെ ഇവിടെ വാപ്പാന്റെ അന്തരത്തിലേക്ക് വരുന്ന എല്ലാവരുടെ കാര്യവും അതുപോലെ തന്നെ കേരളത്തിലും കർണാടകയിലും എന്ന് വേണ്ട ഇന്ത്യയിലാകമാനം മുസ്ലിം സമൂഹം വളരെയധികം പ്രയാസങ്ങളും വളരെയധികം വിഷമങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പല നിയമങ്ങളുടെയും നൂലാമാലയിൽ പെട്ടുകൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട്. അതിൽ നിന്നൊക്കെ രക്ഷ കിട്ടാൻ, മുക്തി കിട്ടാൻ നമ്മളൊക്കെ ആത്മാർത്ഥമായി ദുആ ചെയ്യണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നമ്മുടെ വലിയ ക്ഷണം സ്വീകരിച്ച് വിടെത്തിയ ബഹുമാന്യരായ എൻ്റെ ശൈഖുന, ഞങ്ങളെ അടുത്ത് ഒരു ഈജിപ്തിലേക്കും മറ്റൊക്കെ ഒരു യാത്ര ചെയ്തിരുന്നു. ആ യാത്രയിൽ കാലിന് വളരെയധികം നീര് പിടിച്ച് വളരെ പ്രയാസത്തിലുണ്ട്. ആ പ്രയാസത്തോടു കൂടെ തന്നെ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ഒക്കെയും വന്യ ഗുരുവായ
ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ജാമിയ വഹബിയയുടെ പ്രിൻസിപ്പാളായി ഒരുപാട് കാലം സേവനം ചെയ്ത ബഹുമാനപ്പെട്ട മർഹൂം ബഹുമാനപ്പെട്ട അലവി ഉസ്താദ് അവറുകൾ അല്ലാഹു തആല അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ വിഷമങ്ങൾ മാറ്റി തരുമാറാവട്ടെ. ഞങ്ങൾ ആരും ഉസ്താദുമാരുടെ പേരങ്ങനെ പറയാറില്ലെങ്കിലും അറിയാൻ വേണ്ടി പറഞ്ഞത് അവറുകളുടെ ആണ്ടാണ് യഥാർത്ഥത്തിൽ നാളെ 8 മണിയാകുമ്പോൾ ഉസ്താദിന് വണ്ടൂരേക്ക് എത്തണം. ഇവിടെ നിന്ന് പോകുന്ന വണ്ടി 3:30 മണിക്ക് കാസർഗോഡ് നിന്ന് അങ്ങോട്ട് മംഗളേ ഉള്ളൂ. അതെപ്പോഴും 1-2 മണിക്കൂർ ലേറ്റുമാണ്. ഉസ്താദിന് ട്രെയിനിന് വരലാണ് തൃപ്പതിയും വരലാണ് സൗകര്യമെങ്കിലും അവിടത്തേക്ക് നിർബന്ധമായിട്ട് എത്താനുള്ളത് കൊണ്ട് തന്നെ വാസ്തുവിൽ ഉസ്താദിന് ഇന്ന് പകലും പരിപാടിയുണ്ട്. ഈ പരിപാടിയിൽ വാപ്പാനോടുള്ള ആ ഹുബ്ബ് കൊണ്ട് മഹബത്ത് കൊണ്ട് എത്താതിരിക്കാണ്ടും പോയി. നമ്മുടെ കുത്തിബിയത്ത് വാർഷികം തുടങ്ങിയ ഇടം മുതൽ ഇന്ന് വരെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ എത്തിയിട്ടുണ്ട്. ഒരൊറ്റ വർഷമാണ് എത്താതിരുന്നത്. അത് ഒരു ഫെബ്രുവരിയിൽ ഗുജറാത്തിൽ കലാപമുണ്ടായപ്പോൾ ഒരു പ്രയാസകരമായ അവസ്ഥ വന്നപ്പോൾ ഇവിടെ ബന്ധും മറ്റൊക്കെ പ്രഖ്യാപിച്ചപ്പോൾ ആ ഒരു വർഷം വന്നിരുന്നില്ല. അത് ഫെബ്രുവരിയിലായിരുന്നു ആ പരിപാടി. അതല്ലാതെ ഏകദേശം 10-23 വർഷമായി ബഹുമാനപ്പെട്ട വന്യരായ ഉസ്താദ് 20 വർഷത്തോളമായി ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ഈ സദസ്സിലേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഉസ്താദ് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല പ്രദാനം ചെയ്തു കൊടുക്കുമാറാവട്ടെ. ഉസ്താദിനെ പറ്റി ഞാൻ മുഖസ്തുതിയായിട്ട് മറ്റൊന്നും പറയുന്നില്ല. ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ എത്ര പ്രയാസകരമായ മസ്അലയുണ്ടെങ്കിലും അതൊക്കെ ചുരുളടിച്ച് ഫത്വ കൊടുത്ത ഏറ്റവും വലിയ മുഫ്തി തന്നെയാണ് ഉസ്താദ് അവറുകൾ. ചിലപ്പോൾ അതിന് ഉസ്താദിനെ തന്നെ കുറ്റം പറയായിരിക്കും, എന്നാലും അറിയാൻ വേണ്ടി ഞാൻ പറയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ. സംശയമില്ല. ഇതിൻ്റെ ഇടയിൽ തന്നെ ഒരു ഉത്തരവാദപ്പെട്ട ഒരു സംഘടനയുടെ നേതാവ് വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ ഉസ്താദിന്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു ഒന്ന് മൂപ്പരുടെ പിന്നെ ഫോൺ നമ്പർ കിട്ടണമായിരുന്നു. എന്താ കാരണം എന്ന് വെച്ചു, ഇപ്പോൾ പിന്നെ ബിസിനസ് ഒക്കെ നടക്കുന്നത് ഷെയർ മാർക്കറ്റിൽ കൂടിയാണ്. അപ്പൊ പൊന്നെടുത്ത് വെക്കുന്നു, പൊന്ന് കൊടുക്കുന്നു. അവിടെ ഹിജാബും കബൂലൊന്നും ഇല്ലല്ലോ. അപ്പൊ അതിന്റെ ഒരു മസല കിട്ടണമായിരുന്നു, അതിനൊന്ന് പിന്നെ നമ്പർ കിട്ടണം എന്ന് പറഞ്ഞു എന്നോട്. ഞാൻ പറഞ്ഞതിന് ആചാരം നിങ്ങൾക്കുണ്ടല്ലോ 40 ആൾ മുഷാവറയിൽ, അവരതെല്ലാം കഴിഞ്ഞോന്ന് ചോദിച്ചു. അദ്ദേഹം ആ ഒരു സംഘടനയുടെ വലിയ ആളാണ്. അതുപോലെ തന്നെ മറ്റ് സംഘടനയിൽ 40 ആൾ 80 ആളുണ്ട്. എന്നിട്ട് പോരെ നമ്മുടെ എല്ലാം കഴിഞ്ഞിട്ട് പോരെ മറ്റൊരാളത്തേക്ക് പോകുന്നതെന്ന് ചോദിച്ചപ്പോ ഉത്തരവാദപ്പെട്ട അദ്ദേഹം പറഞ്ഞത് മനസ്സിന് സമാധാനമായ ഫത്വ കിട്ടണമെങ്കിൽ അത് ഉസ്താദിന്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു മൂപ്പരെന്നെ പറയണം, എന്നാലേ മനസ്സിന് സമാധാനമാകുന്നു. അത് ആരുടെയും വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾക്കറിയാം. എത്ര കുടുക്കായ മസാലയും വളരെ സുന്ദരമായി. ഇപ്പൊ വാസ്തവത്തിൽ ഞങ്ങൾ തന്നെ പിന്നെ യാത്ര ചെയ്തപ്പോ എല്ലാവരും ചാവ് കടലിൽ വീഴാൻ വേണ്ടി എല്ലാം ഒരുങ്ങിക്കെട്ടിപ്പോയവരാണ്. എല്ലാവരുടെ സാധനം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ തോർത്തുണ്ടായിരുന്നു, യോക്കുപതാരും അടക്കം ഞങ്ങളൊക്കെ അതിൽ മുങ്ങണമെന്ന് വിചാരിച്ചു പോയ ആളാണ്. അവിടെ എത്തുന്നതിന് പുസ്തകം ഒരു പ്രസംഗം നടത്തി. അള്ളാഹുവിന്റെ അദാബിറങ്ങിയ സ്ഥലമാണ് ചാവുകടൽ. അള്ളാഹുവിന്റെ അദാബിറങ്ങിയ സ്ഥലത്ത് താമസിക്കലും ഉപയോഗിക്കലും അത് കറാഹത്താണ്. ആ സ്ഥലം വേഗം വിട്ടുകിടക്കുകയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഒരു 10-15 മിനിറ്റ് സംസാരിച്ചപ്പോ വാസ്തവത്തിൽ ഞങ്ങളെ വേക്കിലിരുന്നവർ പറഞ്ഞു വാനോളം ഉണ്ടായ എല്ലാ മോഹങ്ങളും 10 മിനിറ്റത്തെ മസാല കൊണ്ട് തകർന്ന് തരിപ്പണമാക്കി കളഞ്ഞെന്ന് പറയുകയും ഒരാൾ പോലും ആ വെള്ളം തൊട്ടു നോക്കുപോലും ചെയ്തിട്ട് നമ്മളെ വേർക്കാജിക്ക അതിന്റെ രസം എങ്ങനെ നോക്കാൻ വേണ്ടി വായിൽ വെച്ചെന്ന് തോന്നുന്നു. അതല്ലാതെ മറ്റൊരാൾ പോലും തൊട്ട് നോക്കിയിട്ടില്ല. ഞാൻ പറയുന്നത് അങ്ങനെ എല്ലാ വിഷയങ്ങളിലും ആ പിന്നെ വിഷയങ്ങൾ പഠിപ്പിച്ച ബഹുമാനപ്പെട്ട വന്നരായ ഉസ്താദ് അവറുകൾ നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു തആല പ്രദാനം ചെയ്തു കൊടുക്കുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മൾ ക്ഷണം സ്വീകരിച്ചു വിടെത്തിയ ബഹുമാനപ്പെട്ട ചന്ദേര പൂക്കത്തങ്ങൾ പിന്നെ തൃക്കരിപ്പൂർ സംയുക്ത ജമാഅത്തിന്റെ പ്രസിഡന്റാണ്. എന്ന് മാത്രമല്ല അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മണ്ഡലം നേതാവും അതുപോലെ തന്നെ വലിയ പ്രവർത്തകനുമാണ്. വാസ്തവത്തിൽ ഇന്ന് വരാൻ തങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടായിരുന്നു. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എല്ലാവരും പിന്നെ വോട്ട് കാണിക്കുന്ന സമയമാണല്ലോ ഇലക്ഷൻ ആകുമ്പോൾ, പ്രത്യേകിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ബെമ്പേമാർ ഈ വരയിൽ എന്തെങ്കിലും കല്യാണം പെരുമാണല്ലോ പുതിയാപ്പിളാർ ബേം മറ്റത് കാണിക്കല്, കാരണം ഒന്ന് നന്നാക്കാൻ വേണ്ടി എന്നതുപോലെയാണ് ഈ തെരഞ്ഞെടുപ്പ് വന്നാൽ വളരെ പ്രയാസപ്പെട്ട സമയമാണ്. തങ്ങളോട് ഞാൻ പറഞ്ഞു തങ്ങളെ നാളെ ഞായറാഴ്ച ഓരോ ഒഴിവുണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ തങ്ങളെ സംബന്ധിച്ചിടത്തോളം തങ്ങളൊരു മുതലാളിയായ തങ്ങളാണ്. ഒരുപാട് പിന്നെ ഗോൾഡും പിന്നെ സ്വർണ്ണക്കടിയും മറ്റൊക്കെയുള്ള തങ്ങൾ അധികാരം കൂട്ടിക്കൊണ്ടുപോലും ആൾ വരാനല്ല, പൈസ വാങ്ങാൻ വേണ്ടിയിട്ടാണ്, തങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ ഞാൻ തങ്ങളോട് തുടർന്ന് പറഞ്ഞിട്ട് പൈസക്കൊന്നും ആവശ്യമില്ല, തങ്ങൾ വന്ന് ഈ സാന്നിധ്യം ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞപ്പോൾ വളരെ പ്രയാസപ്പെട്ട് തങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. അല്ലാഹു തആല അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കുമാറാവട്ടെ. മാത്രമല്ല നമ്മുടെയൊക്കെ വളർച്ചയിലും ഉയർച്ചയിലും സന്തോഷിക്കുകയും നമ്മുടെയൊക്കെ വളരെയധികം മഹബത്തുള്ള, ഞാൻ മോസ്തുതയായിട്ട് പറയുന്നതില്ല, ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ ഇവിടത്തേക്ക് ബഹുമാനപ്പെട്ടവർ എത്തിക്കണമെന്ന് ഉള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്തു കൊടുക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നീലേഷ്
നീലേശ്വരം ഖാദി നമ്മുടെ കുടുംബം പോലെ എല്ലാ മേഖലയിലും ബഹുമാനപ്പെട്ട മുത്തൂത്താപ്പാന്റെ ശിഷ്യൻ എന്ന നിലക്ക് നമ്മുടെയൊക്കെ വളരെ സ്നേഹമുള്ള ബഹുമാനപ്പെട്ട മുഹമ്മദ് ഉസ്താദിനെയും ഇവിടെ എത്തിക്കണമെന്ന് ആഗ്രഹമുണ്ടായതാണ്. രണ്ടുപേരും വളരെ പ്രയാസപ്പെട്ടാണ് ഇവിടെ എത്തിയിട്ടുണ്ട്. അർഹിക്കുന്ന പ്രതിഫലം അല്ലാഹു തആല നൽകുമാറാവട്ടെ. മറ്റ് നമ്മുടെ സ്റ്റേജിൽ സന്നിഹിതരായ എല്ലാ ഉലമാക്കൾ, ഉമറാക്കൾ, ആലിമീങ്ങൾ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ചെർക്കളം അഹമ്മദ് മുസ്ലിയാർ നമ്മളൊക്കെ കുടുംബ ബന്ധം പോലെ മൂത്താപ്പേറ്റ് വളരെയധികം ബന്ധമുള്ള വ്യക്തിയാണ്. എല്ലാ വർഷവും വരാറുണ്ട്. നമ്മൾ ഇവിടെ തന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും വിളിക്കാന്ന് പറഞ്ഞാൽ എത്ര നോട്ടീസ് വലുതാക്കിയാലും മതിയാവൂല. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം കുത്തിബത്ത് കമ്മിറ്റിക്കാർ പ്രത്യേകിച്ച് പ്രസിഡന്റ് പറഞ്ഞു, പ്രസംഗിക്കുന്ന ആളെ പേര് മാത്രം കൊടുത്താൽ മതി, മറ്റൊരാളെ പേരും കൊടുക്കണ്ട. പ്രസിഡന്റിന് അങ്ങനെ പറഞ്ഞാൽ പിന്നെ നമുക്ക് നിശ്ചാൻ നിർവാഹമില്ലല്ലോ. അതുകൊണ്ടാണ് പ്രാസംഗികന്മാരുടെ പേര് മാത്രം കൊടുത്തിട്ട് 1-2 തങ്ങന്മാരെ മാത്രം ദുആ എന്ന പേരിൽ മാത്രം ഇട്ടത്. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽപ്പെട്ട കുറേ തങ്ങന്മാർ ബാക്കിയായി, അവർക്കെല്ലാവർക്കും പറയണമെന്നുള്ളൊരു പൂതിയും. അതുകൊണ്ട് തന്നെ 9 മണിക്ക് ഖത്തം ദുആ ആയതുകൊണ്ട് 7 മണിക്ക് ആ തങ്ങന്മാരെല്ലാം കൂട്ടിയിട്ട് ഒരു സംഗമം വെച്ചു. അവരേകദേശം എല്ലാവരും തൃപ്തിപ്പെടുത്തുന്ന രൂപത്തിൽ ഒരു 15-20 മിനിറ്റ് എല്ലാവരും പ്രസംഗിച്ചപ്പോൾ എല്ലാവർക്കും അത് റാഹത്തായി. അൽഹംദുലില്ലാഹ് എല്ലാം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല റാഹത്തിന് സന്തോഷത്തിലാണ് നിലക്ക് അല്ലാഹു തആല ആക്കി തീർക്കുമാറാവട്ടെ. വളരെയധികം ദൂരത്തുനിന്ന് വളരെ പ്രയാസം സഹിച്ച് ഇവിടെ എത്തിയത് അല്ലാതെ 5 ദിവസം വന്നവരുമുണ്ട്. അത് മഹബത്തിന്റെ അങ്ങേയറ്റം കൊണ്ട് വന്നതാണ്. ഇന്നലെയും മിനിഞ്ഞാന്ന് മറ്റൊക്കെ വളരെയധികം മിന്നും കാറ്റും എല്ലാം ഉണ്ടായിട്ട് പോലും വന്നത് ഇവിടെ ന്യൂനപക്ഷം വളരെ കുറവാണ്. 10-31 പേരെ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഈ സ്ഥലത്ത് പുറന്നൊക്കെ എല്ലാവരും വന്ന് ഇവിടെ തടിച്ചുകൂടിയാൽ മാത്രമേ ഇവിടെ ഇജ്ജത്ത് ഉണ്ടാവുകയുള്ളൂ. ആ ഇജ്ജത്ത് മനസ്സിലാക്കി മാത്രമാണ് ഇവിടെ എല്ലാവരും വരുന്നത്. അവർക്കെല്ലാവർക്കും അല്ലാഹു തആല അർഹിക്കുന്ന പ്രതിഫലം ആഖിറത്ത് ചുരുങ്ങ അല്ലാഹു തആല നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് 2 നമ്മുടെ തങ്ങൾ അവர்கள் ക്ഷണിക്കുകയാണ്. അതിനുശേഷം ബഹുമാനപ്പെട്ട ഉസ്താദ് അവர்கள் സ്വർഗം എന്ന വിഷയം ആസ്പദമാക്കി നമ്മുടെ ഒരു അല്പം സംസാരിക്കുന്നതായിരിക്കും. ബഹുമാനപ്പെട്ട ചന്ദേര പൂക്കോയ തങ്ങൾ അവരെ വളരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ, അതുപോലെ തന്നെ നജീബ് ഉസ്താദ് അടക്കമുള്ള ബഹുമാനനായ മുഹമ്മദ് മുസ്ലിയാർ, അതുപോലെ തന്നെ മറ്റ് സാദാത്യങ്ങളെ, പണ്ഡിതന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഷെയ്ഖുന സയ്യിദ് ഫഖ്റുദ്ദീൻ തങ്ങൾ അവരുടെ 12ാം ആണ്ട് നേർച്ച ഉറൂസും, അതുപോലെ തന്നെ ജമിയത്ത് തർബിയത്തുൽ ബുഖാരിയുടെ 20ാം വാർഷിക ഖുത്ബിയത്തിൻ്റെ വാർഷികവുമാണ് ഇന്നിവിടെ 2-3 ദിവസങ്ങളിലായി നടന്ന് ഇന്നതിൻ്റെ സമാപനമാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മിൽ നിന്നും ഇതിനെ കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ സദസ്സ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. അല്ലാഹു നമുക്കെല്ലാം ഖൈർ പ്രദാനം ചെയ്യുമാറാകട്ടെ. മഹാനായ ഫഖ്റുദ്ദീൻ തങ്ങൾ മഹാനവറുകളെ വളരെ അടുത്ത് തന്നെ വളരെ നന്നായി പരിചയമുണ്ട്, നന്നായി അറിയുന്നത് കൊണ്ട് തന്നെ മഹാനവറുകളുമായി ബന്ധപ്പെടുവാൻ, മഹാനവറുകളുടെ ജീവിതകാലത്ത് കൃത്യമായി പറഞ്ഞാൽ തഖ്വയിലധിഷ്ഠിതമായ ജീവിതം നയിക്കുകയും, അതുപോലെ തന്നെ യാതൊരു ബഹളമോ ഒച്ചപ്പാടോ പേരോ പ്രശസ്തിയോ ഒന്നും കൂടാതെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ തങ്ങൾ വന്ന് അവിടെയൊക്കെ പള്ളിയും മറ്റും നിർമ്മിച്ച് തങ്ങൾ വളരെ ഒതുങ്ങി അള്ളാഹുവുമായി വളരെ അടുത്ത് ജീവിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു മഹാനായ ഫഖ്റുദ്ദീൻ തങ്ങൾ അവറുകളുടേത്. അല്ലാഹു സുബ്ഹാനഹു വതആല മഹാനവറുകളുടെ ജാഹ് ബർക്കത്ത് കൊണ്ട് നമുക്കെല്ലാം അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ ഖൈറായ ഹലാലായ ഉദ്ദേശങ്ങളും അല്ലാഹു പൂർത്തീകരിച്ച് തരുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, അള്ളാഹുവിൻ്റെ സാലിഹീങ്ങൾ, അവരുടെ മദ്ഹ് പറയുക, അവരെ പുകഴ്ത്തുക, ഇതെല്ലാം വളരെ പുണ്യമുള്ള കാര്യമാണ്. നമുക്കറിയാം അള്ളാഹുവിൻ്റെ ഔലിയാക്കളുമായി, അള്ളാഹുവിൻ്റെ സാലിഹീങ്ങളുമായി, പ്രത്യേകിച്ച് സയ്യിദ് കുടുംബത്തിലെ ബുഖാരി കബീലയിൽപ്പെട്ട മഹാനായ ഫഖ്റുദ്ദീൻ തങ്ങളൊക്കെ
അവരുടെ അജിതാദീങ്ങളുടെ പാരമ്പര്യം കൊണ്ട് നോക്കുമ്പോൾ തന്നെ എല്ലാ ആളുകളും വളരെ മഹാന്മാരാണ്, വളരെ ബഹുമാനങ്ങൾ അറിയിക്കുന്ന ആളുകളാണ്. അവരുടെ ജീവിതശൈലി എല്ലാം നമ്മൾക്ക് എല്ലാവർക്കും മാതൃകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാം ജീവിത ശൈലി മുറുകെ പിടിച്ചുകൊണ്ട് അവരെല്ലാവരെയും അനുസരിച്ച് ജീവിക്കുവാൻ നമുക്കെല്ലാം അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കൂടുതലൊന്നും സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇൽമിൻ്റെ സദസ്സാണ്, വളരെയധികം പുണ്യമുള്ള സദസ്സാണ്. ബഹുമാനപ്പെട്ട നജീബ് ഉസ്താദ് അവറുകളുടെ സാരസമ്പൂർണമായ പ്രസംഗം ഇവിടെ നടക്കാനുള്ളതുകൊണ്ട് കൂടുതൽ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ എല്ലാവരുടെയും ദുആയിൽ ഈ ഉള്ളവനെയും ഉൾപ്പെടുത്തണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്ഥലത്ത് എത്തിച്ചേരുവാനും നിങ്ങളെ കാണുവാനും സംസാരിക്കാനും തൗഫീഖ് നൽകിയ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. നിങ്ങളുടെ ദുആയിൽ ഒരു കന്യായി ചേരാൻ വേണ്ടി മാത്രമാണ് ഞാനിങ്ങോട്ട് വന്നിട്ടുള്ളത്. എല്ലാ ദുആയിലും ഇപ്പോൾ നടക്കാൻ പോകുന്ന പൊതുവെത്തിലൊക്കെ നിങ്ങളെല്ലാവരും ഈ സാധുവായ എനിക്ക് വേണ്ടിയും എൻ്റെ ഉമ്മ സുഖമില്ലാതെ കിടക്കുകയാണ്, എൻ്റെ ഉമ്മേൻ്റെ ആരോഗ്യ നിലയ്ക്ക് വേണ്ടിയും പ്രത്യേകം ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് നിർത്തുന്നു. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു. ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا مولانا محمد. أما بعد فيا أيها الناس أوصيكم عباد الله وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. صدق الله العلي العظيم. ആദരണീയരായ വേദിയിലും സദസ്സിലുമുള്ള സയ്യിദുമാരെ, പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, വർഷം തോറും ബഹുവന്യരായ ശൈഖുന സയ്യിദ് ഫഖറുദ്ദീൻ തങ്ങളവറുകളുടെ ഉറൂസുമായി ബന്ധപ്പെട്ട് നമ്മളിവിടെ ഒത്തുകൂടുകയും സംസാരിക്കുകയും ബന്ധങ്ങൾ പുതുക്കി കൂട്ടമായി ദുആ ചെയ്ത് പിരിയുകയും ചെയ്യുന്നു. ഇതുതന്നെ മതിയല്ലോ മഹാനവറുകളുടെ ജീവിതമാസകലം അവർ ചെയ്തിട്ടുള്ള സുഹൃതങ്ങളുടെ പരിസമാപ്തിയായി അവർക്കെന്നും ബർസഖിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മഹത്തായ വെളിച്ചമായി. അള്ളാഹു നൽകിയ ആയുഷ്കാലം മുഴുക്ക ജീവിച്ചുകൊണ്ടിരുന്ന എത്രയോ ആളുകൾ അവരുടെ ജീവിതം കഴിഞ്ഞു പോയ ശേഷം ആരാലും ഓർക്കപ്പെടാതെ, ആരാലും അനുസ്മരിക്കപ്പെടാതെ, ആരാലും വാഴ്ത്തപ്പെടാതെ, ആരും ദുആ ചെയ്യാതെ അവരവരുടെ കാലം കഴിഞ്ഞു പോയവരുണ്ട്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ പോലും അത്തരക്കാർ ധാരാളം പേരുണ്ട്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളെയും മഹത്തുക്കളെയും അമ്പിയാക്കളെയും ഒക്കെ നമുക്കറിയുമോ? 1,24,000 അമ്പിയാക്കളിൽ നിന്ന് വിശുദ്ധ ഖുർആൻ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുള്ളത് 25 അമ്പിയാ മുർസലുകളെയല്ലേ ഉള്ളൂ. 25 പേർ മാത്രം.
1,24,000 അമ്പിയാക്കളിൽ നിന്ന് മറ്റുള്ള നബിമാരുടെ പേര് പോലും നമുക്കറിയില്ല. ഈ 25 അമ്പിയാ മുർസലുകളുടെ തന്നെയും ചരിത്രങ്ങളോ അവരുടെ ജനന നാടുകളോ ജനന വർഷങ്ങളോ വഫാത്തിൻ്റെ തീയതിയോ വഫാത്തായി മറവിട്ട് കിടക്കുന്നത് എവിടെയെന്നോ നമുക്കെല്ലാവരുടേതും അറിയില്ല. കുറേയധികം ആളുകളുടേത് അറിയപ്പെടുന്നുവെന്ന് മാത്രം. അപ്പോൾ ഇത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിലും മുൻപുള്ള സമുദായത്തിലുമെല്ലാം ചിലർക്കു മാത്രം ലഭിക്കുന്ന മഹത്തായ ഒരു സൗഭാഗ്യമാണ്. വജഅൽ ലീ ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ എന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്യുമ്പോൾ ആ ദുആയിൽ അദ്ദേഹം ഉദ്ദേശിച്ചിരുന്ന താല്പര്യവും അദ്ദേഹത്തിൻ്റെ അഭിലാഷവും നമുക്കിതിൽ നിന്ന് വായിക്കാം. ഞാനിങ്ങനെ ഒരാൾ ജീവിച്ച് എൻ്റെ ദൗത്യം നിർവഹിച്ചുകൊണ്ട് എൻ്റെ കടമ നിറവേറ്റിക്കൊണ്ട് ഞാനെങ്ങനെ ജീവിച്ചു കഴിഞ്ഞുപോയി എന്നതിലുപരി പിറകിൽ വരാനിരിക്കുന്ന എല്ലാവരിലും എനിക്ക് സത്കീർത്തിയും നല്ല പേരും നീ നിലനിർത്തണമേ റഹ്മാനെ എന്ന് അള്ളാഹുവിനോട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തത് വിശുദ്ധ ഖുർആൻ പ്രത്യേകം എടുത്തുദ്ധരിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന സകല ജനതയിലും അള്ളാഹുവിൽ വിശ്വസിക്കുന്ന സകല മതക്കാരിലും വളരെയധികം വാഴ്ത്തപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും പ്രകീർത്തിക്കപ്പെടുകയും അപദാനങ്ങൾ എല്ലാവരും അനുസ്മരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വലിയ മഹാവ്യക്തിത്വമാണ്. ക്രിസ്ത്യാനികളും ജൂതന്മാരും നമ്മൾ മുസ്ലിമീങ്ങൾ പോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അന്ത്യവിശ്രമ സങ്കേതം സന്ദർശിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് മഹാനർക്ക് അല്ലാഹു തആല നൽകിയ മഹത്തായൊരു പദവിയാണ്. ഇത്തരത്തിലുള്ള ചില പദവികൾ ചിലർക്ക് അല്ലാഹു തആല നൽകുന്നു എന്നതല്ലാതെ എല്ലാവർക്കും നൽകുകയില്ല. നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കൂ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് കഴിഞ്ഞാൽ ഈ ലോകത്തെ നബി തങ്ങളുടെ ഉമ്മത്തിൽ ഏറ്റവും അധികം ഷറഫുള്ളവരാണ്. താബിഈങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമതായി എണ്ണപ്പെടുന്ന ഉവൈസുൽ ഖറനി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അവர்கள். താബിഈങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വാഴ്ത്തപ്പെടുന്നവരും ഒന്നാമതായി എണ്ണപ്പെടുന്നവരും ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹുവാണ്. സ്വന്തം മാതാവിനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കേണ്ട കാരണം കൊണ്ട് മാത്രം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി സന്ധിക്കാനും നബി തങ്ങളുടെ സദസ്സിൽ ഒത്തുകൂടാനും നബി തങ്ങളോടൊപ്പം ഈമാൻ കൊണ്ടുകൊണ്ട് പങ്കെടുക്കാനും കഴിയാത്തത് കൊണ്ട് മാത്രം സ്വഹാബി അല്ലാതായി പോയി എന്നല്ലാതെ നബിയുടെ കാലത്തു തന്നെ വിശ്വസിച്ചിട്ടുള്ള ഈമാൻ കൊണ്ടിട്ടുള്ള അതൊരു ഭാഗ്യം ലഭിച്ചിട്ടുള്ള മഹാനാണ് ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹു തങ്ങളവர்கள். ചരിത്രം താബിഈങ്ങളിൽ ഒന്നാമതായി ബഹുമാനപ്പെട്ടവരെ എണ്ണുന്നു. അതേസമയം ഉഹദ് യുദ്ധത്തിൽ അദ്ദേഹം വന്നുവെന്നും പങ്കെടുത്തുവെന്നും നബി തങ്ങളുടെ പല്ല് പൊട്ടിയപ്പോൾ തൻ്റെ പല്ല് പൊട്ടിയെന്നും ഇങ്ങനെയൊക്കെയുള്ള ചില റിപ്പോർട്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു വാചകം ഇങ്ങനെ കാണുന്നു എന്ന് വിവരിച്ചുകൊണ്ട് മഹാനായ ഇമാം അബ്ദുൽ വഹാബ് ശഅറാനി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അവர்கள் ഉദ്ധരിക്കുന്നുണ്ട്. മഹാനർ തന്നെ പറയുന്നു, വല്ലാഹു അഅലം, ഇതിൻ്റെ യാഥാർത്ഥ്യം നമുക്കറിയില്ല, രൂപവും നമുക്കറിയില്ല എന്ന്. ഞാൻ പറയുന്നത് ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അവர்களെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബാക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ്, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തുടങ്ങിയിട്ടുള്ള മഹാന്മാർക്ക് തന്നെ അല്ലാഹുവിൻ്റെ റസൂൽ പരിചയപ്പെടുത്തുകയും ബഹുമാനപ്പെട്ട ഉമർ എന്നവരുടെ കാലത്താണ് അദ്ദേഹം വന്നെത്തുക മദീനത്തെന്നതുകൊണ്ട് ഉമർ എന്നവരോട് പ്രത്യേകം നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുള്ള അള്ളാഹുവിൻ്റെ ഹബീബിനാൽ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിന് പ്രത്യേകമായി അറിവുകളും പൊലിവുകളും സുവിശേഷങ്ങളും നൽകിയിട്ടുള്ള ഉവൈസുൽ ഖർനി മഹാനരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുവാൻ വേണ്ടി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ള ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു തന്നെ ഒരു സ്ഥലത്ത് അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് ആളുകൾ അദ്ദേഹം വഫാത്തായപ്പോൾ അദ്ദേഹത്തെ മറമാടി. ആ മറമാടിയ സ്ഥലം മറമാടിയതു തന്നെ കണക്ക്
പിന്നെ എവിടെയാണ് അവരെ മറമാടിയതെന്നറിയാത്ത വണ്ണം, അവരുടെ ഖബർ എവിടെയാണെന്നറിയാത്ത വണ്ണം, അവരെ മറമാടപ്പെട്ട പ്രദേശം മണ്ണിലെവിടെയാണെന്ന് തിരിയാത്ത വണ്ണം അതിൻ്റെ സകലവിധ അടയാളങ്ങളും നിശേഷം മാഞ്ഞു പോവുകയും അന്തർധാനം ചെയ്തതുപോലെ മഹാനരുടെ ശരീരം അടക്കം ചെയ്യപ്പെട്ട ഒരടയാളമില്ലെന്ന് മാത്രമല്ല, അതിൽ പങ്കെടുത്ത ആളുകൾക്ക് പോലും ഒരടയാളം ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്ത വിധം അത് ചരിത്രത്തിൽ തേഞ്ഞു മാഞ്ഞു പോയി എന്ന് മഹാന്മാരായ ഇമാമുകൾ വിവരിക്കുമ്പോൾ, നല്ലവരിൽ നല്ലവരായ ആളുകൾക്ക് പോലും അവരുടെ വഫാത്തിന് ശേഷം അവരെ വാഴ്ത്തപ്പെടുകയോ അവരെ നിരന്തരമായി വിശ്വാസികൾ വന്നുകൊണ്ട് സന്ദർശിച്ചു കൊണ്ടിരിക്കുകയോ അവർക്ക് വിശ്വാസികളുടെ സലാമുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയോ ചെയ്യുന്ന അവസ്ഥ അള്ളാഹു ഏകിയിട്ടുള്ള പ്രത്യേകം അനുഗ്രഹിച്ചിട്ടുള്ള ചിലർക്ക് മാത്രം ലഭ്യമാകുന്ന മഹത്തായ അനുഗ്രഹമാണ്. ഈ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ അനുഗ്രഹമാണ് ബഹുമാനപ്പെട്ട നാം ഇപ്പോൾ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ശൈഖുന ഫഖ്റുദ്ദീൻ തങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുള്ളത്. വല്ലാത്തൊരു സൗഭാഗ്യം. ഈ ഒരു പ്രദേശം, ദുഗലെടുക്കാന്നറിയുന്ന ഒരു പ്രദേശം, സുബ്രഹ്മണ്യൻ ക്ഷേത്രത്തിന്റെ റോഡാണ് എന്ന പേരിൽ ഒരു പ്രസിദ്ധിയുണ്ട്. ഈ റോഡിന് എന്നല്ലാതെ ഈ റോഡിന്റെ പോലും വികാസവും ഈ റോഡിന്റെ പോലും നിലയും ശോചനീയ നിലയും ഈ അടുത്ത കാലം വരെ എങ്ങനെയായിരുന്നു നമുക്കറിയാം. അങ്ങനെയുള്ള ഒരു റോഡിന്റെ ഓരത്ത് ബഹുമാനപ്പെട്ടവർ വർഷങ്ങളായി വന്നിട്ട് ബഹുമാനപ്പെട്ടവരുടെ തിരുകരങ്ങളാൽ തന്നെ ഉണ്ടാക്കപ്പെട്ടതും നിർമ്മിക്കപ്പെട്ടതുമായൊരു പള്ളി ഉണ്ടായി എന്നതിലുപരി ഈ പ്രദേശത്തിന് മറ്റെന്താണ് പ്രാധാന്യമുള്ളത്? ചരിത്രപരമായി പ്രാധാന്യമുണ്ടോ? സാമൂഹികമായി പ്രാധാന്യമുണ്ടോ? രാഷ്ട്രീയമായി പ്രാധാന്യമുണ്ടോ? സാംസ്കാരികമായി പ്രാധാന്യമുണ്ടോ? ഒരു പ്രാധാന്യവുമില്ല. അവരിവിടെ വന്ന് അവരുണ്ടാക്കിയ പള്ളി അവസാനം അവരിവിടെയാണ് വഫാത്തായത്. ഇവിടെ അടക്കം ചെയ്യപ്പെട്ടപ്പോൾ ഇങ്ങോട്ടൊഴുകുകയാണ് ആളുകൾ. എല്ലാ കാലത്തും എല്ലാ ആഴ്ചകളിലും ദിനങ്ങളിൽ വരുന്നവരും അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു തആലാന്റെ മഹത്തായ സൗഭാഗ്യം കൊണ്ട് ആ കൂട്ടത്തിൽ ഇങ്ങോട്ട് പ്രവഹിക്കുന്നവരിൽ ഒരു ബിന്ദുവായി മാറുവാൻ, ഒരു ചെറിയ പങ്കാളിയായി മാറുവാൻ നമ്മൾ ഇതുപോലെ വർഷാന്തം ഒരുമിച്ച് കൂടുന്ന ആളുകൾക്ക് കൂടി മഹാഭാഗ്യം നൽകി. അള്ളാഹു അത് കബൂലാക്കുമാറാവട്ടെ. അതിന്റെ നേട്ടം നമുക്കെല്ലാവർക്കും അള്ളാഹു തആല നൽകുകയും ചെയ്യുമാറാവട്ടെ. സ്വർഗം നിറയുന്ന വിഷയത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന തങ്ങൾ പറഞ്ഞു. സ്വർഗം നിറയുന്ന വിഷയത്തെക്കുറിച്ചൊന്നും പ്രസംഗിക്കാൻ കഴിയൂല. സ്വർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കണമായിട്ടൊന്നുമല്ല, ഒരു മഹാലോകമാണ്. ആ ലോകത്തെക്കുറിച്ച് അങ്ങനെ സംസാരിക്കാനൊന്നും കഴിയൂല. ഞാനാണെങ്കിൽ വണ്ടൂരിപ്പോ റമദാനിൽ മാത്രം പറയുന്ന ഒരു 2-3 ദിവസത്തെ വയലുണ്ട്. അവിടെ പരലോകവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പറഞ്ഞ് മഹ്ശറിന്റെ വിചാരണ കഴിഞ്ഞ് സ്വർഗനരകത്തിലേക്ക് എത്തുന്നേ ഉള്ളൂ. മീസാനും സിറാത്തും പറഞ്ഞിട്ടില്ല. ഇപ്പൊ മീസാനും സിറാത്തും പറയാതെ സ്വർഗവും നരകത്തേക്ക് കിടക്കാൻ പറ്റില്ല. എവിടെയെങ്കിലുമൊക്കെ സംസാരിച്ചാൽ അതെല്ലായിടത്തും എത്തല്ലേ. എത്തുമ്പോ ഇത് എന്തിനാ പറയുന്നതെന്ന് വെച്ചാല് നമ്മുടെ ജീവിച്ചിരിക്കുന്ന സാധാരണക്കാരായ ആളുകൾക്ക് മാത്രമല്ല, പ്രസംഗിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന മൊയ്ലിയന്മാർക്കും പണ്ഡിതന്മാർക്കും തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള എവിടേക്കാ പറഞ്ഞത്, എങ്ങനെയൊക്കെയാ അതിൻ്റെ ഒരു തെർത്തീബ് ക്രമം എന്നൊക്കെ കിട്ടാൻ വളരെ പ്രയാസമാണ്. അത് അവരുടെ കുറവ് കൊണ്ടല്ല. നമ്മൾ ഓതിപ്പഠിക്കുന്ന, സാധാരണ ഓതിക്കൊണ്ടിരിക്കുന്ന ഏത് മൂല്യന്മാരും തഫ്സീലാകുന്നത് വരെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കിതാബിലൊന്നും അതിൻ്റെ വിവരണങ്ങൾ അത്ര സുദീർഘമായി പറഞ്ഞിട്ടില്ല. നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഹദീസിന്റെ കിതാബുകളിലും സുദീർഘമായി ഇതിന്റെ ക്രമവും രൂപവും പറഞ്ഞിട്ടില്ല. അപ്പൊ അതിന്റെ രൂപവും ക്രമവും ഒക്കെ ഏതാണ്ട് പറയണമെങ്കിൽ നല്ലോണം പഠിച്ചു പറയണം, മനസ്സിലാക്കി പറയണം, സമയമുണ്ടായിട്ട് പറയണം. ഇവിടെ ആകെ നമ്മൾ വരുമ്പോൾ കിട്ടുന്ന ചാൻസിന് എന്തെങ്കിലും സംസാരിക്കലാണ് ഇവിടുത്തെ രൂപം. അത് ആ രൂപത്തിൽ തന്നെ സംസാരിക്കാൻ കഴിയുള്ളൂ. ഞാനിന്ന് ക്ലാസ് എടുക്കാനും പോലും പറ്റാത്ത വിധം വിഷമിച്ചിട്ട് തന്നെ ഉള്ളത്. നമ്മളെ സംസാരത്തിൻ്റെ ഇടയിൽ ഈ ലേശം കഫക്കെട്ട് വന്ന് പനിയും പിടിച്ച ഇടയിലാണ് ഹദീസ് സെമിനാർ എന്നും പറഞ്ഞ് ഇന്നലെ വ്യാഴാഴ്ച നമ്മുടെ എറണാകുളത്ത് പെരുമ്പാവൂരിലുണ്ടായത്. അപ്പം അവിടെ ലേശം അവസാനിപ്പത്തിയപ്പോൾ 1.5 മണിക്കൂർ 2 മണിക്കൂറോളം തന്നെ സംസാരിക്കേണ്ടി വന്നു. ആകെ അടച്ചിരുന്നു. അപ്പം നല്ല കലശലായ വേദനയും പ്രയാസവും ഉണ്ട് സംസാരിക്കാൻ. ഈ രൂപത്തിൽ നമുക്ക് സ്വർഗം പറഞ്ഞാൽ പറ്റില്ല. സ്വർഗത്തിലേക്ക് നമുക്ക് പോകാൻ നമ്മൾ ആവണല്ലോ. അതൊക്കെ സ്വർഗത്തിലേക്ക് പോകാനാവുന്ന ഒരു ലേശം.
ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല വേണ്ട വിധം പറയാനും സംസാരിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. തങ്ങളെ മകൻ പറഞ്ഞിരുന്നു, നമ്മളെ ജലാൽ തങ്ങളെ സ്വർഗം പറയണോ എന്ന്. ഞാനെപ്പോഴും പറയുന്നു സ്വർഗമൊന്നും പറയാനായിട്ടില്ല, സ്വർഗം അവിടെ വണ്ടൂർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ആ കൂട്ടത്തിൽ പറയാം. പിന്നെ തങ്ങൾ ഇന്നെ കൊണ്ട് എടിയെന്ന് പറയിച്ചിട്ട് പറയിക്കാണ്, അങ്ങനെ പറഞ്ഞാൽ വിഷയം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നില്ല, നിങ്ങൾ ക്ഷമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. മനസ്സറിഞ്ഞും ശരിക്കും ബോധത്തോടു കൂടിയും സംസാരിക്കുമ്പോഴേ ക്ലിയർ ആവുള്ളൂ വിഷയങ്ങൾ. അപ്പം അതുകൊണ്ട് ആവുന്ന വിധം നമ്മളൊക്കെ ഇപ്പോൾ ഒത്തുകൂടിയിരിക്കുന്നത് സ്വർഗത്തിലൊരിടം കിട്ടുന്ന, സ്വർഗത്തിൽ കിടക്കുന്ന ആളുകളോടൊപ്പം ഒരു ചെറിയ പ്രവേശനമോ ഒരു ചെറിയ വിടവോ കിട്ടാൻ വല്ല വഴിയുണ്ടോ, അതിന് വല്ല പഴുതുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടാണ്. ആ അന്വേഷണത്തിൽ നമ്മൾ എത്തിച്ചേരുന്ന ചില്ലറയായ ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ ചെറിയ കർമ്മങ്ങൾ, അത്തരം ചെറിയ ചെറിയ കർമ്മങ്ങൾ പലപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല വലുതാക്കുകയും ആ വലിയ കർമ്മങ്ങൾ കൊണ്ട് നമുക്ക് വലിയ അനുഗ്രഹവും വലിയ പുണ്യവും നാം അഭിലഷിക്കുകയും കൊതിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള സ്വർഗപ്രവേശവും അല്ലാഹു നമുക്ക് നൽകിയേക്കാം. ആശിക്കാൻ നമുക്ക് വകയുണ്ട്, പ്രതീക്ഷിക്കാൻ നമുക്ക് വകയുണ്ട്. അതോടൊപ്പം നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കണം. അതിന് പറ്റുന്ന സുഹൃതങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു നല്ല സുഹൃതത്തിനാണ് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഒരു ദിവസം ഏതാണ്ട് പുലരുന്നത് വരെ നിങ്ങൾ അധിക ആളുകളും ഇവിടെ ഇരിക്കും. ഞാനും എൻ്റെ സംസാരവും കഴിഞ്ഞ് ദുആയും കഴിഞ്ഞിട്ട് സാധാരണ കുത്തുബിയത്തിന് നിൽക്കാതെ പോകാറാണ്. അതിനും കൂടി നിന്നിട്ട് പോയാൽ പിന്നെ പിറ്റേന്നാളും കൂടി ഒരു ദിവസം കൂടി മുടങ്ങും എന്നതുകൊണ്ട് നിങ്ങളെല്ലാവരും ചെയ്യുന്ന ദുആയിൽ തീർച്ചയായും പങ്ക് ലഭിക്കും. നിങ്ങളെല്ലാവരും ഓർക്കും, ദുആ ചെയ്യും എന്ന്